നമസ്തേ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സദാശിവ ദർശനത്തിൻ്റെ ശ്ലോകം 6 നാം ഇന്ന് പഠിക്കുന്നത്. പരമാത്മ പ്രതീകമായി ഒരു ഇഷ്ടദേവനെ അംഗീകരിച്ചാൽ തനിക്ക് സർവവും ആ ദേവൻ തന്നെയാണെന്ന് ഭാവന ചെയ്തു വേണം ഉപാസിക്കാൻ. എങ്കിലേ ഏകാഗ്രത സാധ്യമാകൂ. ആ ഉപാസനാ സമ്പ്രദായമാണ് ഈ ശ്ലോകത്തിലൂടെ ഗുരു വെളിപ്പെടുത്തി തരുന്നത്. 6ാമത്തെ ശ്ലോകം: നിനക്കിളിന്തു ചൂടനൊന്നു തന്നെ, നീയൊഴിഞ്ഞു മറ്റെനിക്കു ദൈവമില്ല, പൊൻവിളക്കിളയ്ക്കുമാഴിയേ. മനം തുടങ്ങി എണ്ണുമെണ്ണമൊക്കെ നെക്കി നക്കിടും, കനം കുറഞ്ഞ മേനിയെ കനിഞ്ഞു വന്ന കന്നലേ. ഈ ശ്ലോകത്തിന്റെ ആശയത്തിലേക്ക്, പദാനുപദാർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ, നിനക്കിൽ ഇന്ദുചൂടനൊന്നു തന്നെ. നനയ്ക്കുക എന്നാൽ ചിന്തിക്കുക, വിചാരിക്കുക എന്നൊക്കെ അർത്ഥം നമ്മൾ പഠിച്ചു. ആർഷഭാരത സംസ്കാരത്തിൽ ദേവതാ സങ്കല്പങ്ങൾ അനേകം, 33 കോടി ദേവതകൾ. ഇവിടെ ഗുരുദേവൻ ചിന്തിച്ചുറപ്പിക്കുവാൻ പറയുകയാണ്. വ്യാവഹാരിക തലത്തിൽ ബഹുമുഖങ്ങളായ ദേവതാ സങ്കല്പങ്ങൾ ഒരേ ഒരു ശക്തി ചൈതന്യത്തിന്റെ ഭിന്ന ഭാവങ്ങളാണ് എന്ന്. ഏകമായ ആ പരമാത്മ ചൈതന്യത്തെ ഇന്ദുചൂടനായി കണ്ടു ഭജിക്കുവാൻ നിർദ്ദേശിക്കുകയാണ് ഭഗവാൻ. എക്കാലവും ഏതു മേഖലയിൽ നിന്നും എപ്പോഴും ഉയരുന്നൊരു ചോദ്യമാണ്: പരമ അദ്വൈതിയായ മഹാഗുരു എന്തിനാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചത്, സ്തോത്രഗതികൾ രചിച്ചത് എന്ന്. സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ പഠിപ്പിച്ച് തന്നിട്ട് ഭഗവാന്റെ വിഗ്രഹ പ്രതിഷ്ഠ എന്തിന് എന്ന ചോദ്യത്തിന് ഉത്തരവും ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഭഗവാന്റെ കൃതികളിലൂടെ തന്നെ. കോലതിരേശസ്തവത്തിൽ ഗുരുദേവൻ നമ്മെ പഠിപ്പിക്കുന്നു: സർവാശ്രയമെങ്ങും നിറയുന്നോനഭിഭക്തർക്ക് ഇവ്വാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൻ. ആലസ്യമൊഴിച്ച പരബോധം തരണം മേ, കോലത്തുകര കോവിലിൽ വാഴും പരമേശൻ. സർവത്തിനും ആശ്രയമായി, സർവാശ്രയമായി എങ്ങും നിറയുന്നോനബി, പുല്ലിലും പുഴുവിലും സർവചരാചരങ്ങളിലും നിറഞ്ഞിരിക്കുന്നവനാണെങ്കിലും ഭക്തർക്കു ഭജിപ്പാൻ ഇവ്വാറൊരു രൂപം. കോലതിരേശന്റെ രൂപത്തില് ഭക്തർക്ക് ഭജിക്കാനായി ഭഗവാൻ പ്രതിഷ്ഠിച്ചു നൽകി. അതുകൊണ്ട് ആലസ്യമൊഴിച്ച് അപ്പരബോധം തരണം മേ. ആലസ്യമൊഴിച്ച് പരമമായ ബോധത്തിലെത്തണം, ജ്ഞാനത്തിലെത്തണം എന്നുള്ളതാണ് ഭഗവാന്റെ വിഗ്രഹ പ്രതിഷ്ഠയുടെ ലക്ഷ്യം തന്നെ. അതായത് നൂറ്റാണ്ടുകളായി ഭാരതത്തിൽ നിലനിന്നിരുന്ന വിഗ്രഹാരാധനയെ എതിർത്തില്ല ഭഗവാൻ. ജനങ്ങളുടെ വിഗ്രഹ ഭാഷയിലേക്ക് തന്നെ ഭഗവാൻ പ്രതിഷ്ഠകൾ നടത്തി. സഗുണോപാസനയിലൂടെ മാത്രമേ നിർഗുണോപാസനയിലേക്ക് എത്താൻ ലൗകികനായ ഒരു വ്യക്തിക്ക് സാധ്യമാകൂ എന്ന് ഭഗവാൻ അറിയാം. സാധാരണക്കാരായ മനുഷ്യർക്ക് ഭജിക്കുവാൻ ഒരു ഉപാധി ആവശ്യമാണ് എന്ന് പരമകാരുണികനായ ഭഗവാൻ അറിയാം. പറയുകയാണ്: നിനക്കിൽ ഇന്ദുചൂടനൊന്നു തന്നെ. ഇന്ദുചൂടൻ, ചന്ദ്രകലാധരൻ, ഇന്ദുവിനെ, ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നവൻ, അത് ശിവഭഗവാനാണല്ലോ. ചന്ദ്രശേഖരൻ, സോമശേഖരൻ എന്നൊക്കെ ശിവഭഗവാനെ സംബോധന ചെയ്യാറുണ്ടല്ലോ. ചന്ദ്രന് 16 കലകളിൽ 15നും ക്ഷയമുണ്ട്. 16ാമത് കലയാണ് അമൃതകല. ആ ചന്ദ്രകലയാണത്രേ ശിവമൗലിയിൽ പ്രകാശിക്കുന്നത്. ആ ഇന്ദുചൂടൻ ഏറ്റവും പരമമായ ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുകയാണ് ഗുരുദേവൻ. നിനക്കിലിന്ദുചൂടനൊന്നു തന്നെ, പൊൻവിളക്കിളയ്ക്കുമാഴിയേ.
ഇവിടെ സ്വർണപ്രഭ ചൊരിഞ്ഞ് പ്രകാശിക്കുന്ന ദീപത്തിന് കാന്തി പകരുന്ന തീക്കടലാണ് ഭഗവാൻ എന്ന് പറയുന്നു. പൊൻവിളക്കിളയ്ക്കും ആഴിയേ. ആഴിക്ക് അഗ്നിയെന്നും സമുദ്രം എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ. അതായത് സ്വർണപ്രഭ വിതറുന്ന ശുദ്ധമായ ദീപത്തിന്റെ കാന്തിയെ പോലും തരം താഴ്ത്തുന്ന മട്ടിൽ അഗ്നിജ്വാല പോലെ തിളങ്ങുന്നതാണ് ഭഗവാൻ എന്ന് പറഞ്ഞു തരികയാണ്. അതായത് നിന്റെ ആരാധ്യമായ ശോഭയെ പൊൻവിളക്കിനോട് ഉപമിക്കാൻ ശ്രമിച്ചാൽ വിളക്ക് തോറ്റുപോകുകയുള്ളൂ. പൊൻവിളക്ക് അതീവ ശോഭയുള്ളത് തന്നെയാണ്, എങ്കിലും അതൊരു നിശ്ചേഷ്ട വസ്തുവല്ലേ. നീയാകട്ടെ ജീവിക്കുന്ന സത്യമാണ്. പൊൻവിളക്കിനെയും വെല്ലുന്ന ശോഭയോടുകൂടി കത്തിയെരിയുന്ന ഒരു തീക്കുണ്ടമാണ്. അതിൽ നിന്നും പൊട്ടിത്തെറിക്കുന്ന തീപ്പൊരികളാണ് ഈ ലോകമായും അതിലെ നമ്മളായും ജീവജാലങ്ങളായും ആരാധ്യ വസ്തുക്കളും ഒക്കെയായി തീർന്നിരിക്കുന്നത് എന്നറിയണം. അങ്ങനെയുള്ള നിന്നെ എങ്ങനെയാണ് പൊൻവിളക്കിനോട് ഉപമിക്കാനാവുന്നത്? അങ്ങനെയുള്ള നീ ഒന്നു മാത്രമാണ് എൻ്റെ ദൈവം എന്ന് പറയുകയാണ്. അടുത്ത വാക്കാണ് മനം തുടങ്ങി എന്നും. മനം തുടങ്ങി എന്നുമെന്നമൊക്കെ നെക്കി നക്കിടും. മനസ്സ് മുതലായി എണ്ണുമെണ്ണമൊക്കെ മാറി മാറി വരുന്ന എല്ലാ ജഡസങ്കല്പങ്ങളെയും, മനസ്സു മുതൽ സർവസങ്കല്പങ്ങളെയും, മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം. ഇവിടെ ശങ്കര ഭഗവത്പാദർ പറയുന്നുണ്ട്, മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വാ നജ പ്രാണനേത്രം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. അതായത് ഈ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം ഇവയൊക്കെ നെക്കി നക്കീടും അല്പാൽപമായി തന്നിലേക്ക് അലിയിച്ച് ചേർക്കുന്ന ചൈതന്യമേ എന്ന് വിളിക്കുകയാണ്. നെക്കി നക്കീടും എന്നിലേക്ക് അലിയിച്ച് ചേർക്കുന്ന ആ ചൈതന്യമേ. സമാധി അനുഭവത്തിൽ ഈ അന്ധക്കരണ ഘടകങ്ങളെല്ലാം ആത്മസ്വരൂപത്തിൽ ലയിച്ചു ചേരുന്നു എന്നർത്ഥം. അടുത്ത പദമാണ് കനം കുറഞ്ഞ മേനിയേ. ഇവിടെ കനം കുറഞ്ഞ എന്ന സംബോധന പ്രകാരം നിർഗുണ പരബ്രഹ്മത്തെ പറഞ്ഞു തരികയാണ് ഭഗവാൻ. ഈ ആത്മാനുഭവം സംസാര ഭാരം മുഴുവനും ഒഴിച്ചു മാറ്റി ശാന്തിയെ പ്രദാനം ചെയ്യുന്നതാണ് എന്നർത്ഥം. അതായത് പരബ്രഹ്മം സഗുണാത്മകമാണെങ്കിൽ രൂപമുണ്ടാകും. അങ്ങനെയെങ്കിൽ അതിന് ഭാരവും ഉണ്ടാകണമല്ലോ. ഇനി രൂപമില്ലാത്ത അവസ്ഥയിൽ, അതായത് നിർഗുണ അവസ്ഥയില് രൂപമില്ല, ഭാരവുമില്ല. അത് ജന്മീ നവരത്ന മഞ്ജരിയിൽ ഭഗവാൻ പറഞ്ഞു തരുന്നു. തല്ലാഘവം പറകിൽ ഇല്ലാരണം ക്രിയകൾ മല്ലാടുകില്ല മതി, സല്ലാഭമൊന്നു മതി എല്ലാവരും തിരയും ഉല്ലാഘബോധ ജനനീ. അതായത് പ്രകാശ സ്വരൂപ അവസ്ഥ, കനം കുറഞ്ഞ അവസ്ഥ, പരിപൂർണമായ ശാന്തിയുടെ പരകൂടിയാണ്, ഭാരമറ്റ അവസ്ഥയാണിത്. മനുഷ്യ മനസ്സുകൾ ശാന്തി നിർഭരമാകണമെങ്കിൽ ഒരു തരത്തിലുള്ള ഭാരങ്ങളും മനസ്സുകളിൽ അവശേഷിക്കരുത്. വിശേഷിച്ച് കുറ്റബോധത്തിന്റെ പാപഭാരങ്ങൾ. അപ്രകാരം പാപഭാരങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴടക്കാതിരിക്കുവാൻ ഗുരുദേവൻ നമുക്ക് ധാരാളം ഔഷധക്കൂട്ടുകൾ തന്നിട്ടുണ്ട്. അതിലൊന്നു തന്നെയാണ് അതിശ്രേഷ്ഠമായ സദാശിവ ദർശനം എന്ന ഈ കൃതി. അടുത്ത പദമാണ് കനിഞ്ഞു വന്ന കന്നലേ. കന്നൽ എന്ന പദത്തിന് മധുര പദാർത്ഥം എന്നർത്ഥം. കൽക്കണ്ടം, ശർക്കര, കരിമ്പ് എന്നൊക്കെ കന്നൽ എന്ന പദത്തിന് അർത്ഥമായി വരുന്നു. കനിഞ്ഞു വന്ന കന്നലേ എന്നാല് അലിഞ്ഞ കൽക്കണ്ടം പോലെ കാരുണ്യം ചൊരിഞ്ഞ് മാധുര്യമേറി വരുന്ന ഭഗവാനെ അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നർത്ഥം. മാധുര്യമേറുന്ന അനുഭവമാണ് ഈശ്വരൻ. സംസാര സങ്കടങ്ങളാകുന്ന ഭാരങ്ങൾ ഒഴിഞ്ഞ മനസ്സിൽ കറയറ്റ ഭക്തിയോടെ ഭഗവത് ഭജനം നടത്തിയാൽ ലഭിക്കുന്ന ആനന്ദ അനുഭൂതി മധുരോദാരമാണ്.
ആ ഭഗവത് അനുഗ്രഹമാകുന്ന കാരുണ്യം നുകരുവാൻ ക്ഷണിക്കുകയാണ് ഭഗവാൻ നമ്മളെ ഈ ശ്ലോകത്തിലൂടെ. ഇതിന്റെ ആശയം ഒന്നുകൂടി വ്യക്തമാക്കാം. സ്വർണപ്രഭ വിതറുന്ന ശുദ്ധമായ ദീപത്തിന്റെ കാന്തിയെ പോലും തരം താഴ്ത്തുന്ന മട്ടിൽ അഗ്നിജ്വാല പോലെ തിളങ്ങുന്ന അലയോ ഭഗവൻ. ആലോചിച്ചാൽ തലയിൽ ചന്ദ്രക്കല ചൂടിയ ഭഗവാൻ മാത്രമാണ്. അങ്ങല്ലാതെ വേറെ എനിക്ക് ഈശ്വരൻ ഇല്ല എന്നർത്ഥം. മനസ്സു മുതലായി മാറി മാറി വരുന്ന എല്ലാ ജഡസങ്കല്പങ്ങളെയും കുറേശ്ശെ തന്നിൽ അലിയിച്ചു ചേർക്കുന്ന ഭാരമറ്റ് ശാന്തി നിറഞ്ഞ സ്വരൂപത്തോടു കൂടിയവനെ, അലിഞ്ഞ കൽക്കണ്ടം പോലെ കാരുണ്യം ചൊരിഞ്ഞ് മാധുര്യമേന്തി വരുന്ന ഭഗവാനെ, അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണം എന്ന് സദാശിവ ദർശനത്തിന്റെ 6-ാം ശ്ലോകത്തിന്റെ അർത്ഥവിചാരം അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഗുരുദേവ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിടവാങ്ങുന്നു. നമസ്തേ.